ഇപ്പൊ അഭിന് എത്ര വയസ്സുണ്ട് ഇപ്പൊ? എന്തിനാ പഠിക്കുന്നത് ഇപ്പൊ? എനിക്ക് 18 വയസ്സുണ്ട്. 18 വയസ്സ്. ഇത് 18 വയസ്സിലൊക്കെ അതായത് 18 വയസ്സിനുള്ളില് 50ഓളം ആപ്പുകൾ ചെയ്തു. എത്രാമത്തെ വയസ്സിലാണ് അപ്പൊ തുടങ്ങുന്നത് ആപ്പുകൾ പഠിക്കാൻ? എങ്ങനെയാ തുടക്കം? ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 14 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. 14 വയസ്സിൽ സ്റ്റാർട്ട്. പക്ഷെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ സ്മാർട്ട് ഫോൺ കൈകൊണ്ട് തൊടുന്നത് ഉപയോഗിക്കുന്നത്. അതുവരെ എൻ്റെ വീട്ടിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കാട്ടുള്ള സ്കൂളിലാണ് പഠിച്ച് അവിടുന്ന്. എന്നാൽ ഈ ഇതിന്റെ ഒരു നമുക്കൊരു മേക്കിങ്ങിന്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ബേസിക്സ് ഉണ്ടല്ലോ, അതെവിടുന്നാ പഠിച്ചത്? അത് പഠിച്ചത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. സ്കൂളിൽ നിന്നാണ് ബേസിക് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതിനുശേഷം പിന്നെ എന്ത് പഠിക്കുന്നു എന്നുള്ളതിലല്ല, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഇപ്പൊ ഇവിടെ വന്നു ഇതിന് അത്യാവശ്യം നല്ല ക്ഷമ വേണം. പെട്ടെന്ന് ഇരുന്ന് നമുക്ക് ബഗ്ഗുകളൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ കുറേ നേരം ഇരുന്ന് ചെക്ക് ചെയ്യാൻ വേണം, അതിനെ ക്ലിയർ ചെയ്ത്. അപ്പോൾ ക്ഷമ നല്ലോണം വേണം. അതും ഈ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാനും കൂടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏകദേശം 5 വർഷത്തോളം എന്ന് വേണമെങ്കിൽ പറയാം. 9th 10th +1 +2 ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ BCA. അതെ. ഇത് ആപ്ലിക്കേഷൻ അല്ല, ഇത് ബ്ലൂ സ്റ്റാക്സ് എന്ന് പറഞ്ഞ ആപ്പാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഇത് വേണമെന്നല്ല ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഇതിൽ പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ ചാറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചാറ്റ് ചെയ്യാം പറ്റും. നമ്മുടെ ഈ ആപ്പുകളെല്ലാം പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണോ? ഇല്ല, ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകളൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ റൂം സെലക്ട് ചെയ്തു, ജനറൽ എന്ന് പറഞ്ഞ റൂം സെലക്ട് റൂം. അതായത് ഈ 2 ആപ്ലിക്കേഷൻസ് ഉള്ളത് മാത്രമാണ് ആൾക്കാർക്ക് മാത്രമാണ് ചാറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. വേറെ ഏതൊക്കെ ആപ്പാ പിന്നെ ഉള്ളത്? ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒറ്റപ്പാലം, പിന്നെ സീക്രട്ട് മെസ്സേജിങ് മൊബൈൽ ആപ്ലിക്കേഷൻ. ബട്ട് ആക്ച്വലി അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാണ് ശരി. അതെ, അതൊരു സേഫ്റ്റി പ്രശ്നങ്ങളുള്ളത്. അതെ അതെ അതെ. ആക്ച്വലി അത് എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. മീൻസ് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പറുടെ ഇരിക്കുന്ന റൺ ചെയ്യുന്ന സാധനമാണ്. സോ ഇതിലൊരു പെർഫെക്ഷൻ തോന്നില്ല. ബട്ട് ഇത് മൊബൈലിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇത് ജീവദ്യുതി എന്ന് പറഞ്ഞ ലാസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് NSS ബ്ലഡ് ബാങ്കിന്റെ. ഇവിടെ നമുക്ക് രജിസ്റ്ററിന്, അതായത് ഡോണറിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ബട്ട് ഇത് ആക്ച്വലി പബ്ലിക്കിന് അവൈലബിൾ അല്ല. അതിനൊരു പാസ്വേഡും യൂസർ നെയിമും ഉണ്ട്. അത് അവരുടെ അതോറിറ്റീസിന് വേണ്ടി മാത്രമാണ്. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ഞാൻ പറയാം. പിന്നീട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു ഗെയിമാണ്. പക്ഷെ ഞാൻ ഗെയിമുകളെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യലൊന്നുമില്ല. ഇതിപ്പോ ഈ ഒരു ഗെയിം ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ട്? ഗെയിം ഡെവലപ്പ് ചെയ്യാൻ ഏകദേശം 6 മാസത്തോളം സമയം എടുക്കും മിനിമം. ഇത് ഒന്നുമില്ല, ഇത് സീരിയസ്ലി ഇതില് 2-3 ഹെലികോപ്റ്റേഴ്സ്, ജോയ്സ്റ്റിക്സ്, ദെൻ പ്രോഗ്രാമിംഗ്. ഇത് ചെയ്യാൻ വേണ്ടി 6 മാസം എനിക്ക് സമയം എടുത്തു. ഇങ്ങനത്തെ പല ഫയലുകൾ ഇപ്പോഴും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. ഇത് കോപ്പർ ക്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്ക് അത്ര പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഗെയിമിനെക്കാട്ടിലും കൂടി കുറച്ചുകൂടി താല്പര്യം ആപ്ലിക്കേഷനുകളോടാണ്. ഈ ശരിക്കും പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമുക്കറിയാലോ, ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വൻ രീതിയിലുള്ള എമൗണ്ട് ഒക്കെ ചാർജ് ചെയ്തിട്ടാണ് പലരും ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ അത്രയും ശരിക്കും അത്രയധികം ചെലവുകളുണ്ട് ഈ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അവരുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ അത്രയും ചെലവുണ്ട്. കാരണം അവരൊരു കമ്പനി റൺ ചെയ്യുന്നു, സ്റ്റാഫിന് ശമ്പളം. അപ്പൊ അതൊക്കെ നോക്കുന്ന സമയത്ത് ആപ്ലിക്കേഷനുകൾക്ക് ഉണ്ട്. പക്ഷേ ആസ് എ ഫ്രീലാൻസർ അത്രയും കോസ്റ്റ് ഇല്ല. ഇങ്ങനെയും ചെയ്യാം, കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എക്സ്ട്രാ പിന്നെ പേയ്മെന്റ് വരുന്നത്. ശരി, ഒരു നോർമലി ഈ പറഞ്ഞ പോലെ ഒരു ആപ്പ് ഒക്കെ ആണെങ്കിൽ എത്ര മണിക്കൂറുടെ അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് എത്തിക്കാനായിട്ട്? ഇപ്പോൾ ഇ-കോമേഴ്സിന്റെ കാര്യം പറയുമ്പോൾ പ്രൊഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യണം. അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അല്ല അതിന്റെ ഇമേജസും കാര്യങ്ങളെല്ലാം അത് നമ്മുടെ അഡ്മിനാണ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ ഏകദേശം 3 മാസം സമയം എടുക്കും. 3 മാസം സമയം എടുക്കും. ചെക്കൗട്ട്, അക്കൗണ്ട്, OTP വെരിഫിക്കേഷൻ, അതെല്ലാം കൂടി വരുമ്പോൾ ഒരു 3 മാസത്തോളം സമയം എടുക്കും.